ഇത് നമ്മുടെ NTPC 2025 അണ്ടർ ഗ്രാജുവേറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഓക്കെ, ABCD അതിൽ രണ്ടെണ്ണം പാല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോൾ വരയ്ക്കുമ്പോഴും ചുമ്മാ പാലായിട്ട് വരയ്ക്കുവാണേ, കാരണം പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അങ്ങനെ വരയ്ക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ചുമ്മാ വരച്ചപ്പോൾ പാരലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ABCD ABCD AB പാരൽ ടു DC ആണ്. AB DCക്ക് പാരലാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇയും എഫും ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് ആണ്. ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരച്ചു. ഈ ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് അതായത് DBയുടെ പകുതി AC പകുതി, അതാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഇയും എഫും എന്ന് പറഞ്ഞു തന്നിട്ടുള്ള. ഇനി പറഞ്ഞിട്ടുണ്ട് AB 45 എന്ന് പറഞ്ഞിട്ടുണ്ട്, BC 96 എന്ന് പറഞ്ഞിട്ടുണ്ട്, DC 53 എന്ന് പറഞ്ഞിട്ടുണ്ട്, AD 37 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, സ്റ്റിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന നമ്മുടെ പേരുകൾ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന EFന്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിന്റെ തിയറി ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജോമെട്രിയുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ EF കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ആ പാരലൽ ലൈൻസ് ഉണ്ടല്ലോ, ആ പാരലൽ ലൈൻസിന്റെ ഡിഫറൻസ് എടുക്കുക, പാരലൽ ലൈൻസിന്റെ ലെങ്ത്തിന്റെ ഡിഫറൻസ് എടുക്കുക, ബൈ 2 കൊടുക്കുക. 53 - 45, 53 - 45 എന്ന് പറയുമ്പോൾ 8, 8ന്റെ നേരെ പകുതി എടുക്കുക, 4. ഇതായിരിക്കും ആൻസർ. പാരലൽ ലൈൻസിന്റെ ഡിഫറൻസ് എടുക്കുക, ബൈ 2 കൊടുക്കുക. ഇതാണ് ഇതിന്റെ ഷോർട്ട് കട്ടായിട്ട് വരുന്നത്.